CMRL എക്സാലോജി കേസിൽ അന്വേഷണം വേഗത്തിലാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇന്ന് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ആസ്തികളിലും ബാങ്ക് രേഖകളിലും വിശദമായ പരിശോധന നടക്കും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കൂടുതൽ പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ അന്വേഷണം വീണയിൽ മാത്രം ഒതുങ്ങില്ലെന്നാണ് EDയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. CMRL നിന്ന് പണം കൈപ്പറ്റിയ മുഴുവൻ പേരിലേക്കും അന്വേഷണം നീളുമെന്നും ഇത് നിലവിലെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് വരെ എത്താൻ സാധ്യതയുണ്ടെന്നുമാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED സംഘത്തിനെതിരെ ആക്രമണം നടത്തിയ കേസിൽ 19 പ്രതികൾ പിടിയിലായിരുന്നു. ഇന്നലെ മാത്രം വിവിധയിടങ്ങളിൽ നിന്നായി 14 പേരെയാണ് പിടികൂടിയത്. പോലീസ് പിടികൂടിയ എല്ലാ പ്രതികളെയും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം. മനോജ്, ജീവൻ, ഷൈൻ, ശ്രീജിത്ത്, ഷാഹിൻ, നിതിൻ രാജ്, അമൽ, അനിൽകുമാർ, കിരൺ, രേവന്ത്, ദിനിത് വി നായർ, ലെനിൻ രാജ്, IP ബിനു, രാഹുൽ വൈശാഖ്, രാഹുൽ ആർ രാജൻ, ഹരീഷ് കുമാർ, നന്ദു, ഷഫീഖ് എന്നിവരാണ് പോലീസ് പിടിയിലായത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയ 5 പേരെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവരെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇവരെ റിമാൻഡ് ചെയ്തത്. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ ED പരിശോധനയിലും സംഘർഷത്തിലും പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാട് വിവാദമാവുകയാണ്. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിട്ടും പ്രതികരിക്കാൻ VD സതീശൻ തയ്യാറായിട്ടില്ല. 12 തവണയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മുഖം തിരിച്ചു കടന്നുപോയത്. ED പരിശോധനയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നാണ് CPIMന്റെ ആരോപണം. പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പരസ്യമായി ചോദിച്ചതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം.